ചേട്ടൻ്റെ പൊക്കക്കുറവുകൊണ്ടല്ല, സ്റ്റേജിന് കുറച്ച് പൊക്കം കുറവായിട്ടാണ് വിചാരിക്കുക. പ്രിയപ്പെട്ടവര്, ഒരുപാട് സന്തോഷമുണ്ട്. നീർക്കോട് ബ്ലാക്ക് റോക്ക് ഫോക്ക് ബാൻഡിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും അതിനേക്കാളെല്ലാം ഉപരി മനോഹരമായ 1-2 പാട്ടുകൾ ആസ്വദിക്കാൻ കഴിഞ്ഞു. സത്യത്തില് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞാൻ നാടൻ പാട്ടുകളുടെ ഒരു ആരാധകനാണ്. എനിക്ക് നാടൻ പാട്ടും അതുപോലെ തന്നെ നാടൻ പാട്ട് പാടുന്ന കലാകാരന്മാരെയും ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ കാലത്തിൽ നിന്ന് പോകേണ്ടതും ഈ കലാകാരന്മാരുടെ നിലനിൽപ്പും അവർക്ക് വേദി ഒരുക്കേണ്ടതും ഒക്കെ തന്നെ കാലത്തിൻ്റെ അനിവാര്യതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് ഇവിടെ മാട്ടുലി 2026 എന്ന പേരിൽ ഇത്തരത്തിലുള്ള കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ രീതിയിൽ വളരെ ഭംഗിയായി ഡയറക്റ്റ് ചെയ്ത് വളരെ ചിട്ടയായ രീതിയിൽ പരിപാടി അണിയിച്ചൊരുക്കിയ ഇതിൻ്റെ സംഘാടക സമിതിയെ പ്രത്യേകം അഭിനന്ദനങ്ങൾ ആദ്യം അറിയിക്കുകയാണ്. ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന കലാകാരനും അതുപോലെ തന്നെ ജനപ്രിയ നേതാവുമായ ശ്രീ ജയനാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. ക്ഷണിച്ചപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ടായി. കാരണം ഇതിനു മുമ്പ് ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അന്ന് എനിക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇത് ഇത്രയും വളരെ വർണ്ണാഭമായ വളരെ കളർഫുള്ളായ ഒരു ഇവന്റിൽ എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എന്ന് വേണം പറയാം. ഈ ഞങ്ങൾ എന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇവിടെ മുന്നിലിരിക്കുന്ന കണ്ണൻജിമാറും അതുപോലെ തന്നെ ഇതിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന യുവനടനായ മനോജ് കിന്നസ്, ഞങ്ങൾ 3 പേരുമൊക്കെ ഒരു കാലത്ത് വളരെ സൗഹൃദത്തോടു കൂടിയും ഒപ്പം ഞങ്ങളുടെ തുടക്ക കാലഘട്ടങ്ങളിൽ ഒന്നിച്ചുണ്ടായിരുന്ന ആളുകൾ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ. എന്നാൽ പോലും ആ സൗഹൃദം എല്ലാം എനിക്ക് തോന്നുന്നു 10-20-30 വർഷക്കാലം ആയിട്ടുണ്ട്. അതല്ലേ പള്ളിയിൽ നടന്നൊരു ചടങ്ങാണ്, സംസാരിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് സംസാരിക്കുകയാണ്. കടലാടിക്കുന്ന സംഗീതാകാരുടെ പരിപാടിയിലെ കഥാപാത്ര ശില്പശാലയിലേക്ക് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് മനോജുമായിട്ട് ഞങ്ങളിലെ നാദശുക്കിയുടെയും മണിച്ചേട്ടൻ്റെയൊക്കെ പ്രോഗ്രാമുകളിൽ ഞങ്ങൾ കലാപരിപാടിയുമായിട്ട് ഒന്നിച്ചു ചേർന്ന് ഒരുപാട് രീതി വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു 3 കൂട്ടുകാരുടെ ഒരു സംഗമം കൂടിയാണ് ഈ ഒരു വേദി. അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട്. ആദരിക്കുന്നവരോടൊപ്പം അല്ലെ ആദരവ് ഏറ്റുവാങ്ങുന്നവരോടൊപ്പം തന്നെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷം തരുന്ന, മനസ്സിന് നിറവ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന വിടുവിടുതലായ മികച്ച എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എൻ്റെ ഹൃദയം പറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ബ്ലാക്ക് റോക്ക് ഫോക്ക് ബാൻഡിനെ കുറിച്ച് പറഞ്ഞാൽ ഒന്നും വേണ്ട, ഒറ്റയടിൻ്റെ അനുഭവം തന്നെ നമ്മുടെ മനസ്സ് കീഴടക്കുകയുണ്ട്. ആദ്യത്തെ പാട്ട് കേട്ടപ്പോൾ തന്നെ കേരളത്തിലെ മികച്ച മികവുറ്റ നമ്പർ 1 നാടൻ ഫോക്ക് ബാൻഡുകളിൽ ഒന്നായി ബ്ലാക്ക് റോക്ക് മാറട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേർക്കും. ഒപ്പം തന്നെ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത്, കാരണം പഴയ കലാകാരന്മാരൊക്കെയാണ് ഞങ്ങളെന്ന് പറയുന്നതിനിടയിൽ വിട്ടുപോയ 2 പേരുണ്ട്. അവിടെ പുറകിലുണ്ട്. ഒരാൾ കീബോർഡിൽ കുട്ടൻ എല്ലാവരും നല്ലൊരാളും. ഒപ്പം തന്നെ ബേസിക് ആളുകളുടെ ഇവരൊക്കെ തന്നെ നാദശുക്കിയുടെയും മണിച്ചേട്ടൻ്റെയും ഒക്കെ പരിപാടി ഇവരെ ഓർക്കസ്ട്ര ചെയ്യുന്ന സമയത്ത് മിമിക്രി കളിച്ചു കലാപരിപാടികൾ അവതരിച്ചൊക്കെ വന്നവരാണ് ഞങ്ങൾ. അപ്പം മൊത്തത്തിൽ ഒരു വളരെ സന്തോഷം. പഴയ പോലെ നമ്മുടെ സുഹൃത്തുക്കളെ
അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞതിലും ഒപ്പം ഈ ഒരു പരിപാടി വളരെ മനോഹരമായ രീതിയിൽ അണിയിച്ചിരിക്കുന്നതിനൊക്കെ അതിയായ സന്തോഷം. എന്തായാലും ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. ഇത്തരം പരിപാടികൾ ഇനിയും ഉണ്ടാവട്ടെ. ഇത്തരത്തിലുള്ള പരിപാടി കേരളം മുഴുവൻ വ്യാപിക്കട്ടെ. നിങ്ങൾക്ക് കൂടുതൽ പരിപാടികൾ കിട്ടട്ടെ. ഒപ്പം തന്നെ ഈ ഒരു ബാൻഡിന് ഒരു കലാകാരനുള്ള നിലയിൽ എല്ലാവിധ സപ്പോർട്ടും ഞാൻ ഇവിടെ പറയുകയാണ്. മാക്സിമം ചാനലുകളെത്തണം. കാലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാറ്റത്തിൻ്റെ പ്രധാന സംഭവമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും നിറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ചത് പ്രത്യേകിച്ച് ജയനും ഈ ബാൻഡിൻ്റെ ടീമിനും പ്രത്യേകം എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാം എന്ന ശുഭാപ്രവിശ്വാസത്തോടെ ശുഭപ്രതീക്ഷയോടെ നിൽക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ദിവസം. ഇനി തുടങ്ങി. നമസ്കാരം. പ്രിയപ്പെട്ട അനഞ്ജിനാഥ്, ഒറിജിനൽ ഗിന്നസ് ബുക്കിൽ നേടിയ ഗിന്നസ് പക്രു, ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. അത് പറയാം. പ്രശസ്ത ഓടിച്ചു കുട്ടൻ, അതുപോലെ തന്നെ ദിലീപ്, കീർക്കോടുള്ള നാട്ടുകാരെ, കലാകാരന്മാരെ, കലാകാരികൾ, വലിയൊരു പ്രസംഗത്തിന് മുതിർന്നില്ല. വളരെയധികം സന്തോഷം. പക്രു ഞാനെങ്കിലും വേദിയിൽ നിന്ന് കുറേ നാളായി. ഒരുപാട് രാജ്യങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ വേദിയിൽ ഒരുമിച്ചിരുന്ന പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു. 19 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഏതായാലും കഴിഞ്ഞ ദിവസം ആയുടെ പരിപാടികളിൽ ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയിരുന്ന ഒരുപാട് നേരം സംസാരിച്ച ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചു. ബ്ലാക്ക് ബോക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞാനുണ്ടായിരുന്നു. അതിന്റെ 1ാം വാർഷികത്തിൽ വേണ്ടി പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. ഒരുപാട് വാർഷികങ്ങൾ ഇതുപോലെ ആഘോഷിക്കാൻ ബ്ലാക്ക് ബോക്സിൽ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡ്യൂപ്ലിക്കേറ്റ് ഗിന്നസ് എന്ന് പറയാൻ കാര്യം, ഒറിജിനൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കലാകാരനാണ് പക്രു, ഏറ്റവും ചെറിയ നായകൻ. ഞാൻ മനോജ് ഗിന്നസ് എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പിലുണ്ടായതുകൊണ്ട് മനോജ് ഗിന്നസ് എന്നുള്ള പേര് കിട്ടിയതാണ്. ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും ഈ വേദിയിൽ ആദ്യമായിട്ട് വന്നു. താങ്ക് യു. നമ്മുടെ അത്ഭുതത്തിന്റെ ഉടൻ തന്നെ അത്ഭുതത്തിൽ ടീം പോലെയല്ല, ഒരുപാട് മാറ്റങ്ങളുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് ഇതിനെ മനോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ആ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.